അതല്ലേ 2 ചായ എടുത്തു. ആയിക്കോട്ടെ. നല്ല പച്ചായിരിക്കണം. ഇത് ഇവന്റെ പാപ്പാനാ. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് പിന്നെ അവൻ കുറ്റം പറയും. അപ്പൊ തന്റെ ഈ കാലിന്റെ അസുഖം മാറിയില്ലല്ലോ. ഒന്നും പറയാൻ ശങ്കരനായ ഈ ചേലിക്കാണ്ട് പോവാച്ച നമ്മൾ ഇടങ്ങറാവുന്നാ തോന്നുന്നു. ഏറിയ കാര്യം ചിലവാണ്. ശങ്കരനാരെ ഒരു 12,000 കൊടുത്ത് കാണുമോ? 12,000 രൂപയ്ക്ക് കിട്ടും ഒരു പോത്തും കുട്ടിയെ. ഇവന് വില 20,000. അപ്പുറത്തുള്ള വിറകെടുത്ത് ബെൽജിടാൻ പറഞ്ഞ് നമുക്ക് ഓനെ പല്ലല്ലേ കിട്ടാച്ചോ. ഇതിൽ പോണ്ട ബാധം പിടിച്ചോനെ പോരാ പറ്റ നമുക്ക് കൈയുള്ള ബീവിക്ക് കനകത്തിൻ മാല വേണ്ട, ആനക്ക് മണി വേണ്ട, കിണിയും വേണ്ട. ചെന്തിനായി 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 നിനക്ക് ഞാൻ പേരട്ടി ഈ ആളെ അങ്ങോട്ട് തള്ളിയാലോ. ഈ ആന ഇങ്ങോട്ട് തള്ളി. ആന വരൂ. ആന വന്നോ, ആന വന്നോ, ആന വന്നോ. കിട്ടൂ. ഇപ്പൊ സമയം നന്നല്ല, രാഹുകാല. അവനെ ഇതായിട്ട് കുളിപ്പിച്ചു കൊണ്ടുവരാൻ പറയും. അപ്പൊ ഈ കുർത്താവും പൂജയൊക്കെ കഴിഞ്ഞ് ഇവനൊന്ന് മനക്കെ കൊണ്ട് തളച്ചിട്ട് പോയാ പോരാ യാത്രയെ. എന്നെ ഒന്ന് അനുഭവത്തേറ്റം പറയോ? അയ്യോ, എന്നാൽ അച്ഛനെന്നെ കൊല്ലും. ചങ്ങനമാപ്പനെ നമ്മളെന്ന് ആനപ്പുറത്ത് കത്തിയോ? തുന്നത്ത് കഴിഞ്ഞാച്ചു വാടാ, എന്നിട്ട് കയറ്റാം. എടാ നമുക്ക് ഇവിടെ വന്ന് കട. എടാ എന്നോടല്ലേ പറഞ്ഞ ഓത്തുപള്ളി പോവാൻ.
ഭേഷനന്ദന മഹാഗണപതി അവിഘ്നമസ്തു. മഹാഗണപതേ അവിഘ്നമസ്തു. ഒക്കെ നന്നാക്കി ജയിച്ചു ത്രിവേണി, ജയിച്ചു 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 ത്രിവേണി. കീഴ്ക്കോടതിയുടെയും മേൽക്കോടതിയുടെയും ചെലവും 1,00,000 ഉറുപ്പികയും ഇങ്ങോട്ട് തരാനാണ് കോടതി വിധി. നല്ല ഐശ്വര്യമുള്ളവനാ ഇവൻ. അതെ അതെ, ഇവൻ ഇന്നത്തെ കാല് കുത്തിയപ്പോ തന്നെ ഭാഗ്യദേവത കടാക്ഷിച്ചു. ഇവന്റെ കാല് ഒത്തുന്നിടത്ത് പൊന്നു വിളയുന്ന. ശരിയാ ശരിയാ. നല്ല ആനക്കുട്ടിയില്ലേ നീലി? അച്ഛനെ അതിന്റെ പുറത്ത് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവന് ഗോപി എന്ന് പേരിട്ടിരിക്കണം. എന്താ നല്ല ഐശ്വര്യമുള്ള പേരാടുണ്ട്. ഇനി അങ്ങോട്ട് വെക്കടി കയറ്റാണ്. മനക്കിലേക്കും എനിക്കും കേട്ടോ ശങ്കരനായരെ, മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും തോറ്റ കേസ് ജയിക്കുന്ന ആരെങ്കിലും ഇരിക്കോ? കേസ് നടത്തിയത് ആരാ? ഞാനാ, ഈ അപ്പുണ്ണിക്കൈമള്. കിഴക്കല്ലേ കല്യാണിന്റെ മോളുടെ കല്യാണക്കാരി ഉറപ്പിച്ചോ അപ്പുണ്ണേട്ടാ? അത് അത്ര വേഗം ഉറയ്ക്കാൻ പോണില്ല. കാര്യമെല്ലാം കൂട്ടിമുട്ടിച്ചത് ഞാനാ. എന്റെ ഫീസ് ഇങ്ങോട്ട് വരാണ്ട് ആ കല്യാണം നടക്കൂല. പിന്നെ ഇവളുടെ വക വല്ലതും കിട്ടണമെങ്കിൽ ഒരു 10 കൊല്ലം കഴിയണല്ലോ ശങ്കരനായരെ. ഇവളെ ഞാൻ അങ്ങനെ ചാക്കനും പോക്കനും ഒന്നും പിടിച്ചു കൊടുക്കില്ല. ചുരുങ്ങിയത് ഒരു എമ്മേക്കാരനെങ്കിലും വേണമെന്നാ ഞങ്ങളുടെ ഒരാഗ്രഹം. എനിക്ക് അമ്മേക്കാരനൊന്നും വേണ്ട. കെട്ടിലമ്മയ്ക്ക് പിന്നെ ആരെയാണോ വേണ്ടത്? എനിക്ക് വലിയൊരു ആനയുടെ പാപ്പാൻ മതി. ഇവളിപ്പോ ആനപ്പുറത്ത് കയറണമെന്നും പറഞ്ഞ് നടക്കുക. അയ്യേ, ആനപ്പുറത്ത് കയറുന്ന പെണ്ണിനെ ആരാനും കെട്ടുവോ? ആനപ്പുറത്ത് കയറുന്ന പെണ്ണിനെ ആനക്കാരന് ഇഷ്ടാവും.